തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. ഇന്ന് നമുക്കിടയിലെ പാട്ടുകാരെന്ന പരിപാടിയില് അതായത് ഓട്ടോ ഓടിക്കുന്ന വിനീതേട്ടൻ, പിന്നെ ഷംസുദ്ദീന്, അതുപോലെ ജിഷി, 3 പേര് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വിനീതേട്ടനോട് ചോദിക്കാം. വിനീതേട്ടാ, ഹലോ, എങ്ങനെയാണ് നമുക്കിടയിൽ ഒരു പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ മൗണ്ടൻ കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മേഖലയിലും, അതായത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, മീൻപിടുത്തക്കാരായിക്കോട്ടെ, ഓട്ടോ ഓടിക്കുന്നതായിക്കോട്ടെ, ബസ് ഡ്രൈവർ ആയിക്കോട്ടെ, നിങ്ങൾ പാട്ടുകാരാണോ, തീർച്ചയായും നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാം. അപ്പോൾ വിനീതേട്ടാ, ഓട്ടോ ഓടിക്കുന്നതോടൊപ്പം എന്തൊക്കെ ചെയ്യേണ്ടത്? ഓട്ടോ ഓടിക്കുന്നതോടൊപ്പം ജോലി ഞാൻ തബലിസ്റ്റാണ്. എന്ന് പറയാ കമ്പോസർ എല്ലാം വായിക്കും. പിന്നെ ഗാനമേള, സ്വന്തമായിട്ട് ഗാനമേള ട്രൂപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. നല്ല തന്നെ. പിന്നെ ടൂറിസം മേഖല എന്താണ്? നാദതരംഗിണി കണ്ണൂർ. നാദതരംഗിണി കണ്ണൂർ. അതെ അതെ. ആരെങ്കിലൊക്കെ വിളിച്ചാൽ പോയി പാടുമല്ലോ. പരിപാടി എടുത്തോണ്ട് ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. പരിപാടി ഉണ്ട്. പരിപാടി ഇപ്പൊ ശരിക്കും പരിപാടി നടത്തുന്നത് തന്നെയാണ്. പിന്നെ ഫ്രീ ടൈം നമ്മൾ ഓട്ടോ ഓടിക്കൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു ടൂറിസം പ്ലേസ് ആണ്. അപ്പം ടൂറിസത്തിന്റെ പണിയും എടുക്കുന്നുണ്ട്. വിദേശികളെ തെയ്യം, നമ്മളെ കൾച്ചർ എന്തൊക്കെയാണ് അത് കാണിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അത് സീസൺ ടൈമാണ്, 5 മാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഓട്ടോ ഓടിക്കും. അതുപോലെ തന്നെ പരിപാടിക്ക് പോകും. അപ്പൊ വെറുതെ നിൽക്കുക, ഫ്രീ ടൈം ഇല്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ 6:30 മണിക്ക് ഞാൻ തോട്ടട ബീച്ചിൽ പോകും. തോട്ടട ബീച്ച് ക്ലീനിങ് ഉണ്ട്. അതായത് 1 മണിക്കൂർ 1.5 മണിക്കൂർ ബീച്ച് ക്ലീനിങ്, അത് പരിസ്ഥിതി പ്രവർത്തനം. അതെ. ഓക്കെ, ഒരു ദിവസം ഞാൻ വരാം. ആ പരിസ്ഥിതി പ്രവർത്തനം മുഴുവൻ നമുക്കൊന്ന് കാണാം. ആയിക്കോട്ടെ. അതുപോലെ പ്രേക്ഷകരെ കാണിക്കാം. തീർച്ചയായിട്ടും. അപ്പോ ഒരു 4 വരി പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാം. അതായത് പിന്നെ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓട്ടോക്കാർ ശരിക്കും ഒരുപാട് ആളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസത്തിൽ കൊണ്ടുപോകാമായിരുന്നു. ഏതായാലും ഒരു ചെറിയൊരു പാട്ട്, ഒരു 4 വരി പാടാം. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ, അനങ്കമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. ഇത് ഓട്ടോ ഓടിക്കുന്നല്ലാതെ വേറെ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ? ചാരിറ്റി പ്രവർത്തനം നമ്മുടെ നാട്ടിൽ, അതായത് ഗ്രാമത്ത് വട്ടക്കുളം കേന്ദ്രീകരിച്ചിട്ട് ഒരു ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അതിന്റെ 5 വർഷം സെക്രട്ടറിയും 4 വർഷം പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നു. കാരണം പല കമ്മിറ്റിയിലും ഉള്ളത് കൊണ്ട് വാരിച്ച വർക്കായതുകൊണ്ട് നമ്മൾ ഒന്നിൽ നിന്ന് പുറകോട്ട് പോയിട്ടാവുള്ളത്. അത് ഗ്രാമികയുടെ മറ്റുള്ള വർക്കിനെല്ലാം നമ്മൾ, അതായത് അവരെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഗ്രാമിക അതിന്നും നല്ല ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. ചാരിറ്റി തന്നെയാണ് ഉദ്ദേശം. അതുപോലെ ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ സഹായമാണ്. അപ്പോൾ ഈ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഓർക്കാൻ പറ്റുന്ന സഹപ്രവർത്തകർ ആരൊക്കെയാണ് ഈ ഓട്ടോ സ്റ്റാൻഡിൽ? ഓർക്കാൻ പറ്റുന്ന ഇപ്പൊ അധികം പുതിയ ആൾക്കാരല്ലേ, നമുക്ക് കാണാൻ പറ്റുന്ന കുറെ പുതിയ ആൾക്കാരാണ്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല ആൾക്കാരാണ്. എല്ലാവരും കൂട്ടത്തിൽ നല്ല ആൾക്കാരാണ്. പക്ഷെ സംഗീതവുമായി ബന്ധപ്പെട്ട ആൾക്കാർ വളരെ ചുരുക്കം. അപ്പൊ അടുത്ത് എൻകറേജ് ചെയ്യാനോ ഇദ്ദേഹം ഷംസൂക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസം ശരിക്കും നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പൊ ഇപ്പൊ ഓട്ടോ എടുക്കുന്നതിന് ശേഷം അയാള് SSLC പാസ്സായി, അതുപോലെ തന്നെ +2 പാസ്സായി. ഇപ്പം മലയാളത്തിൽ MA എടുത്തിരിക്കുകയാണ് അദ്ദേഹം. അപ്പോ അദ്ദേഹം നമ്മളെ ഒരു നാട്ടിന്റെ, ഗ്രാമത്തിന്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ശരിക്കും. അല്ല, ഇന്നത്തെ കാലത്ത് ലഹരിയൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന, പഠിക്കാനും പറ്റാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോ അവർക്കൊക്കെ ഷംസുക്ക ഒരു മാതൃകയാണ്. അപ്പൊ ഷംസുക്ക എന്താണ് പറയാനുള്ളത്? ഈ ഒരു ഡിഗ്രി ഒക്കെ എടുത്തല്ലോ, MA PG എടുത്തു. വളരെ സന്തോഷമുണ്ട് PG എടുത്ത കാര്യത്തില്. കാരണം ഇന്ന് പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, പല ആളുകൾ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. എങ്കിലും പല കുട്ടികളും ഈ മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയമായിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലകളിൽ, പൊതുപ്രവർത്തന രംഗത്ത് ഒക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ വളരെ പുറകോട്ടാണ്. ആ
പുറകോട്ട് പോകുന്ന ആ അവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ വിനീതനെ പോലുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ച വിനീതനെ പോലുള്ള വ്യക്തിത്വത്തെ എടുത്തു പറയാൻ പറ്റുന്നത്. ആള് നല്ല ഗായകനാണ്, അതുപോലെ പരിസ്ഥിതി പ്രവർത്തകനാണ്, അതുപോലെ സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ഞാൻ 10-20 വർഷം ഗൾഫിലായതുകൊണ്ട് നാട്ടിലെ ചില പ്രവർത്തനങ്ങൾക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ വന്നതിന് ശേഷമാണ് ഞാൻ വിദ്യാഭ്യാസം തുടങ്ങിയത്. എന്നാൽ വിനീതൻ വളരെ കാലമായി നാട്ടിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും പൊതുവെ വ്യക്തികളില് സമൂഹത്തില് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിനീതൻ. നല്ലതായി ഏത് ബാച്ചാണ് ഈ ഡിഗ്രി MA ഒക്കെ എടുത്ത ബാച്ച് ഏതാണ്? ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ബ്രണ്ണൻ കോളേജിലാണോ? അതായത് സാക്ഷരതാ മിഷന്റെ SSLC, സാക്ഷരതാ മിഷന്റെ +2, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA മലയാളത്തിൽ ഡിഗ്രി, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം. അപ്പോ ഷംസുക്ക പാട്ട് പാടുവോ? പാട്ട് 2 വഴി വേണ്ടെങ്കിലും പാടാം. ഓക്കെ, എന്തായാലും MA ഒക്കെ PG ഒക്കെ എടുത്തല്ലോ, ഒരു പാട്ട് പ്രേക്ഷകർക്ക് കൊണ്ടായിക്കോട്ടെ. പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി മാത്രം ഒരുക്കി ഞാൻ, നിനക്ക് വേണ്ടി മാത്രം പ്രിയമുള്ളവളെ. അതുപോലെ നിങ്ങളോടൊപ്പം ഒരു വനിതാ ഡ്രൈവറും കൂടി ഉണ്ട്, ഓട്ടോ ഓടിക്കുന്ന. അപ്പോ ഇദ്ദേഹത്തിനൊക്കെ നേരെ ഇവരെ അറിയാം എനിക്ക്. അപ്പോ എന്താണ്, അപ്പോ ഒരു വനിത ഓട്ടോ സ്റ്റാൻഡിൽ ഒരു വനിതയൊക്കെ ഉണ്ടാകുമ്പോ അവരെങ്ങനെ, നിങ്ങൾ ഒരാളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ കെയർ ചെയ്യണല്ലോ. അപ്പൊ തീർച്ചയായും ഈ വനിത എന്ന് പറയുന്നത് പ്രത്യേക ഒരു സ്പെഷ്യൽ വനിതയാണ്. കാരണം തന്റെ കുടുംബ ജീവിതത്തിൽ ഏറ്റവും ദുരനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് ആ അനുഭവത്തിൽ നിന്ന് ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വളരെ ത്യാഗം സഹിച്ചു വന്നൊരു വനിതയാണ് നമ്മുടെ ജിഷി. സ്വന്തം ഭർത്താവിനാൽ ഒരുപാട് മർദ്ദനങ്ങളും മറ്റ് ദുരനുഭവങ്ങളും ഏറ്റുവാങ്ങി സ്വന്തം മക്കളെ വളർത്തുന്നതിന് വേണ്ടി, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നും ത്യാഗപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വനിതയാണ് നമുക്കെല്ലാവർക്കും അഭിമാനമായ നമ്മുടെ ജിഷി. അതുപോലെ തന്നെ വിനീതേട്ടാ, പാട്ടിലേക്ക് വരികയാണെങ്കിൽ എത്ര നാളായി ഈ ഒരു പാട്ട് പാടാൻ തുടങ്ങി? പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഞാൻ ശരിക്കും തബലിസ്റ്റായിരുന്നു. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കരോക്കെ വന്നതിന് ശേഷം നമുക്ക് ലൈവ് പ്രോഗ്രാംസ് എല്ലാം വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയാണ് പാട്ട് പാടാൻ തുടങ്ങി. ഞാൻ മ്യൂസിക് ഫീൽഡിൽ 33 വർഷമായി. അപ്പൊ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഒരു 16 വർഷമായി ഈ പാട്ടിലേക്ക് മാത്രം. അപ്പം ഞാൻ ഓർഗനൈസ് ചെയ്യുന്ന ഓർക്കസ്ട്ര, അതുപോലെ തന്നെ നാദതരംഗിണി ഭജൻസ് ട്രൂപ്പ് ഉണ്ട്, പിന്നെ മ്യൂസിക് മാത്രം ആയിട്ടുള്ള, അതായത് അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടില് കുടുംബം, അതുപോലെ കുട്ടികള്, അങ്ങനെ ഞാനും ഭാര്യയും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. എനിക്ക് 2 പെൺകുട്ടികളാണ്. 2 പെൺകുട്ടികളും പഠിച്ചു, ഗൾഫിൽ ജോലിയായി, 2 കല്യാണം കഴിഞ്ഞു. ഭർത്താക്കന്മാർക്ക് ഇപ്പം ഗൾഫിൽ തന്നെയാണ്. അവര് നന്നായിട്ട് പോകുന്നു. ഞാനും വൈഫും മാത്രമേ വീട്ടിലുള്ളൂ. ഓക്കെ, അപ്പോ ഒരു 2 വരി പാട്ടും കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ഏതാണ് പാടാലോ? വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം MA എടുത്ത ആള് അരികിൽ ഇരിപ്പുണ്ട്, അതുപോലെ ഒരു വനിതാ ഡ്രൈവർ ഇവിടെ കൂടെ ഇരിപ്പുണ്ട്. അപ്പൊ വിനീതേട്ടനാണ് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം, നമ്മൾ കോടികൾ ഉണ്ടാക്കിയിട്ടോ വലിയ പ്രശസ്തി നേടിയിട്ടോ കാര്യമില്ല. നമ്മളെ ഭൂമി നിലനിൽക്കണം. ഭൂമി നിലനിൽക്കണമെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിനെ എതിർത്ത്, പ്ലാസ്റ്റിക്കിനെ നമ്മൾ കരുതി ചെയ്താൽ മാത്രമേ നമ്മളെ ഭൂമി നിലനിൽക്കുള്ളൂ. കാരണം പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് വസ്തു. ആ പ്ലാസ്റ്റിക്കിനെതിരെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. അതായത് എനിക്ക് പറയാനുള്ള തലമുറയോടാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഗ്ലാസ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് കുപ്പി ആയിക്കോട്ടെ,
പിന്നെ ലേസിന്റെ പാക്കറ്റ് ആയിക്കോട്ടെ, ഇതൊന്നും റോഡരികിൽ വഴിയരികിൽ ചാടാതെ ഇന്ന് ഹരിതസേന വീടുകളിൽ എടുക്കുന്നുണ്ട്. അത് വീടുകളിൽ എത്തിച്ച് അത് കൊടുക്കണം എന്നാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്. അതായത് റോഡിൽ ചാടുമ്പോൾ അത് നേരെ പുഴയിലൂടെ കടലിലെത്തും. ഇപ്പൊ കടലിലെത്തി കഴിഞ്ഞാൽ ആവാസ വ്യവസ്ഥയെ വളരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റൊരു കാര്യമേ പറയുള്ളൂ, പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വിനീതേട്ടൻ, അതുപോലെ തന്നെ ജിഷി, അതുപോലെ തന്നെ ഷംസുക്ക ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഇവിടെ. നമുക്ക് കാണാം ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ, അതായത് ഇവര് പരിസ്ഥിതി പ്രവർത്തകനും അപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്ന ആളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമുക്കിടയിലെ പാട്ടുകാരൻ എന്ന് പറഞ്ഞ ഈ പരിപാടിയിൽ അവരിന്ന് നമ്മോടൊപ്പം കണ്ണൂർ മോഡലിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയമായിട്ട് അവിടെ നിന്ന് തന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.